ഹായ്, ഞാൻ അൻവർ ടോറിനോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വയനാട് ജില്ലയിലാണ്. വയനാട് നമ്മൾ സിമെന്റ് പൈപ്പ് കൊടുത്തിരുന്നു കുരുമുളക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അവിടേക്ക് പോകുന്ന യാത്രകളും അവിടുത്തെ വിശേഷങ്ങളും നമുക്ക് കണ്ടാം. വാ വരി. നമ്മളിപ്പോൾ പുൽപ്പള്ളി സൈറ്റിലെത്തിയിട്ടുണ്ട്. ക്ലയൻറ്റിനെ നമ്മൾ കണ്ട് സംസാരിച്ചിരിക്കുകയാണ്. ക്ലയൻറ്റിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചു നോക്കാം. നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് ഷിജു. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് മെയിൻ കൃഷിയാണോ? മെയിൻ കൃഷി തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പ്ലംബറാണ്, ഒരു ബിസിനസ്മാനുമാണ്. ഞാൻ ടൗണിലൊരു ഫാൻസി ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഏറ്റവും മെയിൻ. നമുക്കൊരു മനസ്സിനൊരു സുഖം കൃഷിയിലാണ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. കുരുമുളക് കൃഷി തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഈൽഡ് കിട്ടുന്ന ഒന്നാണ്. പിന്നെ അതിന് ഏറ്റവും കൂടുതൽ എനിക്ക് താങ്ങുകാലിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. അങ്ങനെയാണ് ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ സിമെൻറ്റ് കോസ്റ്റ് PVC പൈപ്പ് നോക്കി. PVC പൈപ്പിന് കോസ്റ്റ് കൂടുതലുണ്ട്. അതേസമയം കോൺക്രീറ്റ് പൈപ്പ് ആകുമ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ആകും. അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് ആദ്യം പരീക്ഷിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്കിതിനകത്തേക്ക് അട്ടക്കാല് നന്നായി കയറുന്നുണ്ട്. നന്നായി പിടിച്ച് വെച്ചിട്ട് എത്ര വർഷം ഉണ്ടാവും? ഇപ്പോൾ 3 വർഷമായി. 3 വർഷം കൊണ്ട് നമുക്ക് ഈ കൊടി നന്നായിട്ട് കായ്ക്കാനും തുടങ്ങി. പിന്നെ നന്നായിട്ട് കയറുന്നുണ്ട്. അതിനൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. നിങ്ങളിത് ഏത് തൈയാണ് ഇവിടെ വെച്ചത്? ഞാനിത് ചെയ്തിരിക്കുന്നത് പന്നിയൂർ 1 ആണ്. ഓക്കെ, നിങ്ങളിപ്പോൾ ചീമക്കൊന്നേന്ന് നേരിട്ട് നമ്മളെ പൈപ്പിലേക്ക് മാറിയതാണല്ലോ? അതെ. ചീമക്കൊന്നയിലേക്ക് മാറാൻ കാരണം ഒരു പുഴു വന്നിട്ട് ചീമക്കൊന്നേനെ ആക്രമിക്കുന്നുണ്ട്. അപ്പം പിന്നെ പിടിച്ചു നിൽക്കാനൊരു മാർഗം ഞാൻ GI ഇട്ട് നോക്കി. അതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ഇതാണ് തോന്നിയത്. നന്നായിട്ട് കയറുന്നുണ്ട്. നിങ്ങൾ കുറേ PVC വെച്ച് GI വെച്ച് നമ്മളെ പൈപ്പ് വെച്ച് ഏറ്റവും ബെറ്റർ ആയിട്ട് നിങ്ങൾ തോന്നിയത് ഏതാണ്? ഏറ്റവും ബെറ്റർ ഇത് തന്നെയാണ്. സിമെന്റ് പൈപ്പ് തന്നെയാണ്. ധൈര്യമായിട്ട് നമുക്ക് കയറാൻ പറ്റും. ധൈര്യമായിട്ട് നമുക്ക് എണ്ണി വെച്ചിട്ട് കയറുകയും ചെയ്യുകയും ചെയ്യാം. ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. 6 ഇഞ്ച് ആയതുകൊണ്ട്. അതെ. അതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് ഉള്ളിൽ നമ്മൾ മെയിനായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് നല്ല സ്റ്റേണായിട്ട് ഇത് 14 അടിയിൽ ഇപ്പം നിൽക്കുന്നുണ്ടല്ലോ. ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഇത്രയും വർഷം നിങ്ങളിപ്പോൾ പറിച്ചത് തന്നെ എണി വെച്ചിട്ട് ചാരിയിട്ടാണ് പറിച്ചത്. നിങ്ങളുടെ വെയിറ്റ് തന്നെ ഇതിൻ്റെ മുകളിൽ താങ്ങിയല്ലോ. ഇത് ബാക്കിയുള്ളവർ ചോദിക്കുന്നുണ്ട് നമ്മളോട്, നമ്മളെ പൈപ്പിന് വെയിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ അട്ടക്കാല് പോവും അങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എൻ്റെ അനുഭവത്തിൽ ആയാലും കുത്തനെ നിൽക്കുന്ന ഒരു പൈപ്പിൽ ചൂട് അത്ര കാര്യമായിട്ട് വരികയില്ല. അതിന് ഉദാഹരണമാണ് എനിക്ക് ഈ ഒരു മരത്തേൽ നമുക്ക് കാണാൻ പറ്റിയത്. നന്നായിട്ട് തന്നെ കയറുന്നുണ്ട്. കുത്തനെ നിൽക്കുന്ന പൈപ്പിന് ചൂട് ഒരു കാരണവശാലും കൂടുതൽ വരികയില്ല. ഇവിടെ കൂടുതലായിട്ട് പന്നിയൂർ 1 തന്നെയാണോ കൃഷി ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൃഷി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ കുരുമുളകിൽ? ഇതെൻ്റെ ഈ തോട്ടത്തിൽ പന്നിയൂർ 1 മാത്രമേ ഉള്ളൂ. പന്നിയൂർ 1 മാത്രമാണ്. ഇത് മെയിനായിട്ട് കുരുമുളക് കൃഷിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഇത് കൂടുതലും നമുക്ക് വരുന്ന സമയത്ത് കായാണല്ലോ പിടിച്ചു കിട്ടേണ്ടത്. പിടിച്ചു കിട്ടേണ്ട സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള എന്താണോ മണ്ണിൽ കുറവുള്ള അതിനുള്ള മൂലകങ്ങൾ ഇട്ട് നമ്മൾ കൊടുക്കണം. മണ്ണ് പരിശോധന നടത്തണം. ആദ്യം പുതിയ പ്ലാന്റേഷനാണ് ചെയ്യുന്നതെങ്കിൽ മണ്ണ് പരിശോധന നോക്കണം, നിർബന്ധമാണ്. അതിനകത്ത് എന്താണ് കുറവുള്ളത് അതനുസരിച്ച് നമ്മൾ ഇതിലിട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഓരോ വർഷവും എന്താണ് നമ്മുടെ മണ്ണിൽ കുറവുള്ളത് അതനുസരിച്ച് മണ്ണിൻ്റെ പരിശോധന നടത്തി അതിനുള്ള സംഭവം നമ്മൾ കൊടുക്കുക. ഇതിപ്പോൾ മണ്ണ് എങ്ങനെ പരിശോധിക്കുകയാണ് നമ്മൾ ചെയ്യുക? നമ്മൾക്ക് മണ്ണ് പരിശോധനാ കേന്ദ്രങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്. രോഗകീടബാധകളുണ്ട്. ആ രോഗകീടബാധകൾ ഓരോന്നും വരുമ്പോൾ അതിനെ പിന്നെ ഇതിനെ അറിവുള്ള സയൻറ്റിസ്റ്റുകളൊക്കെ ഉണ്ട്. കൃഷിഭവനിൽ മാത്രമല്ല നമുക്കിപ്പം കോഴിക്കോടാണെങ്കിലും ISSR ഉണ്ട്. അവിടത്തേക്ക് നമ്മൾ ഇതിൻ്റെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അവർ നമുക്കതിൻ്റെ കുറവുകൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞു തരും. അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 3 വർഷമായിട്ട് നമ്മൾ സിമെന്റ് പൈപ്പിൽ നമ്മൾ ചെയ്തു നോക്കിയിട്ട് ഇപ്പോൾ ആ പരീക്ഷണം വിജയിച്ച്. PVCയിലും GI പൈപ്പിലും ചെയ്യുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? PVCയിൽ കുറച്ച് സ്മൂത്ത്നെസ് കൂടുതലാണ് PVCക്കും GIക്കും. ഇതാണ് കുറച്ച് റഫാണ്. റഫാകുമ്പോൾ അട്ടക്കാല് പിടിക്കാൻ കൂടുതലായിട്ട് കയറിപ്പോവും. അല്ല, PVC നമ്മൾ വെയിൽ കൊള്ളുമ്പോൾ ബെൻഡാവും എന്ന് പറയുന്നുണ്ട്. അത് ഉള്ളിൽ കാലിയാണെന്നുണ്ടെങ്കിൽ ബെൻഡാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പിന്നെ കേജ് കൂടുമ്പോഴത്തേനും നമുക്ക് എമൗണ്ട് കൂടുതൽ വരും. പല രീതിയിലും ചെയ്യുന്നുണ്ട്. ആൾക്കാരോട് നിങ്ങൾ സിമെന്റ് പൈപ്പിൽ ചെയ്താൽ എന്തൊക്കെ ഗുണങ്ങളും കാര്യങ്ങളും കിട്ടും എന്നുള്ളത് എന്താണ് നിങ്ങൾ ബാക്കിയുള്ള ജനങ്ങളോട് പറയാനുള്ളത്?
നമുക്ക് ഒരു ഹൈറ്റ് വരെ, അതായത് സിമെൻറ്റ് പൈപ്പാകുമ്പോൾ ഒരു നിശ്ചിത ഹൈറ്റ് വരെ നമുക്ക് കിട്ടും. ഹൈറ്റ് നമുക്ക് അതിനകത്തേക്ക് കയറാം, ഏണി വെച്ച് ചാരി കയറി പറിക്കാനുള്ള ഒരു ഇത് വിളവെടുക്കുന്നതിന് കുഴപ്പമുണ്ടാകില്ല. പിന്നെ മരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ചോല അടിക്കണം, അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്. എത്ര ഇത് കിട്ടുന്നുണ്ട് ഉണങ്ങിയത്? ഒരു കൊടിയെന്ന് ഒരു 2000 രൂപേൻ്റെ നമുക്ക് കുരുമുളക് എത്ര കിലോ കിട്ടും? 2000 രൂപ എന്ന് പറഞ്ഞാൽ എത്ര കിലോ കിട്ടും? ഉണങ്ങിയ കുരുമുളകാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു 3 കിലോ, കുറഞ്ഞത് ഒരു 3 കിലോ എങ്കിലും കിട്ടും. 10 ചെടി ഉണ്ടെങ്കിൽ തന്നെ അതിലെ 20,000 രൂപയായി. ഞാൻ വേറെ കാര്യം ചെയ്യട്ടെ, നമ്മളിപ്പോൾ ഒരു വർഷം കൊണ്ട് നമുക്ക് ഇതിന്റെ മുടക്ക് തിരിച്ചു കിട്ടുക? ചെറിയ തൈ 3 വർഷം ആകുമ്പോഴത്തേനും ഇതിൻ്റെ മെയിനായിട്ട് വിളവ് വരുള്ളൂ. 1-ാം വർഷം ആകുമ്പോഴത്തേനും ഏകദേശം ഈ ഒരു പൊക്കത്തിലേക്ക് വരുള്ളൂ. 2-ാം വർഷവും 3-ാം വർഷവും 3-ാം വർഷം ആകുമ്പോഴത്തേനും നന്നായിട്ട് നല്ല രീതിയിൽ നമുക്ക് വിളവ് കിട്ടും. ഓക്കെ, ആയിക്കോട്ടെ, താങ്ക് യു.